നമസ്കാരം. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയ്ക്കും നിർണായക പങ്കുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ട ഇസ്രായേൽ ജനത ഇന്ത്യയിലുമെത്തി. ഇന്ന് ഇന്ത്യയിലെത്തിയ ഇസ്രായേൽ ജനതയെപ്പറ്റിയുള്ള ചരിത്രമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. യഹൂദരുടെ രാജാവായ ശലോമോനെക്കുറിച്ച് നമുക്കറിയാം. ദാവീദ് രാജാവിൻ്റെ മകനാണ് ശലോമോൻ. ശലോമോൻ രാജാവിൻ്റെ കാലത്ത് തന്നെ ഇന്ത്യയും ഇസ്രായേലുമായി ബന്ധമുണ്ടായിരുന്നു. ശലോമോൻ കേരളത്തിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ ധാരാളമായി കൊണ്ടുപോയിരുന്നു. BC 721 അസീറിയക്കാർ പാലസ്തീൻ ആക്രമിച്ചപ്പോൾ നാടുവിട്ട് ഓടി വന്നവരാണ് ഇന്ത്യയിലെ ആദ്യ യഹൂദരെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. മഹാരാഷ്ട്രയിലെ ബോംബെ, പൂനെ എന്നിവിടങ്ങളിലാണ് അവർ താവളമുറപ്പിച്ചത്. ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിൽ നിന്നും യഹൂദർ ഇന്ത്യയിലെത്തിയിരുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടവരടക്കമുള്ള ഒരു യൂത സമൂഹം പ്രധാനമായും താമസിച്ചത് കൊൽക്കത്തയിലാണ്. ഇസ്രായേൽ രൂപീകൃതമായതോടുകൂടി, അതായത് 1948 ഇന്ത്യയിലുള്ള യൂത വിഭാഗത്തിൻ്റെ നല്ല പങ്കും ഇസ്രായേലിലേക്ക് തിരികെ പോയി. 1951 കണക്കനുസരിച്ച് ഇന്ത്യയിലെ യഹൂദരുടെ എണ്ണം ഏകദേശം 26,000 ആയിരുന്നു. 10 വർഷത്തിനകം അത് 1000-ൽ താഴെയായി കുറഞ്ഞു. കുറയുവാനുള്ള കാരണം അവർ സ്വന്തം ദേശത്തേക്ക് തിരികെ പോയതാണ്. AD 66 റോമൻ ഭരണകൂടത്തിനെതിരെ യഹൂദർ ഒരു വിപ്ലവം സംഘടിപ്പിച്ചിരുന്നു. അത് പരാജയപ്പെട്ടതോടെ റോമാക്കാർ അവരെ പീഡിപ്പിക്കുവാൻ ആരംഭിച്ചു. അക്കാലത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നവരാണ് കേരളത്തിലെ യഹൂദരെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ, പാലയൂർ, മാള, പുല്ലൂറ്റി എന്നിവിടങ്ങളിലാണ് ആദ്യമെത്തിയ യഹൂദർ താമസിച്ചത്. പിന്നീട് വന്നവർ കൊല്ലം, മാടായി, പന്തലായനി, കൊല്ലം, ചാവക്കാട് എന്നിവിടങ്ങളിൽ ജീവിതം തുടങ്ങി. ചാവക്കാട്ടുള്ള യൂതക്കുന്നും മാടായിലെ യൂതക്കുളവും യഹൂദന്മാർ അവിടെ വന്ന് ഒരു കാലത്ത് അവിടെ താമസിച്ചിരുന്നു എന്നതിനുള്ള ഒരു ചരിത്രരേഖയാണ്, ചരിത്ര തെളിവ് കൂടിയാണത്. കേരളത്തിലെ യഹൂദന്മാർ പൊതുവെ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലായിരുന്നു. വ്യാപാരമായിരുന്നു അവരുടെ പ്രധാന ഉപജീവന മാർഗം. യഹൂദന്മാരോട് കേരളീയർ വളരെ നന്നായാണ് പെരുമാറിയത്. വ്യാപാരത്തിൽ കേമന്മാരായ